ഇപ്പോൾ വരുന്ന വാർത്ത തൃശൂർ ACPക്കെതിരെയും കസ്റ്റഡി മർദ്ദന പരാതി. സലീഷൻ ശങ്കരൻ പാലക്കാട് കൊല്ലങ്കോട് CA ആയിരിക്കുമ്പോൾ മർദ്ദിച്ചുവെന്നാണ് പരാതി. കൊല്ലങ്കോട് സ്വദേശി വിജയകുമാറിനാണ് 7 വർഷം മുമ്പ് ക്രൂരമായ മർദ്ദനമേറ്റത്. മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നെങ്കിലും ഒരു നടപടിയും എടുത്തില്ലെന്നാണ് പരാതി. കേൾക്കാം പരാതി. 2017 കുടിവെള്ള ക്ഷാമം രൂക്ഷമായ സമയത്ത് വിവിധ വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കലായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ ആ ദിവസം ഒരു കോഴി കയറ്റിയ വണ്ടി അടുത്തുകൊണ്ട് നിർത്തുകയും അതിൽ നിന്ന് ആ ഓടിച്ച ഡ്രൈവർ എൻ്റെ ഫോൺ ആവശ്യപ്പെടുകയും കിട്ടില്ല എന്ന് പറഞ്ഞ് ആൾ വണ്ടിയിൽ ഇറങ്ങി വന്നു, പോക്കറ്റിൽ കയറ്റി ഫോൺ എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും മുൻപോട്ട് പോയി. പിന്നെ അപ്പോഴാണ് പുറകിൽ പോലീസ് ജീപ്പിൽ CAയും വേറെ ഒരു പോലീസുകാരനും വന്ന് എന്നെ വണ്ടിയിലെടുത്തിട്ട് മർദ്ദിച്ച് പോലീസ് ജീപ്പിൽ കൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുകയും കള്ളക്കേസെടുത്ത് ജയിലിലടക്കുകയാണ് ഉണ്ടായത്. പരാതിയെ മുഖ്യമന്ത്രി, DGP, SP, OSP അതിപ്പോൾ പരാതി കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇക്ബാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എന്താണ് പരാതിക്കാരൻ പറയുന്നത്? ACP സലീഷൻ ശങ്കറിനെതിരെയാണ് ഈ പരാതി. അന്ന് അയാൾ കൊല്ലങ്കോട് CA ആയിരുന്നു. ഇതാണ് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഈ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു, പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു, ഇതിൻ്റെയൊക്കെ രേഖകളൊക്കെ നമ്മൾ കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു നടപടിയും എടുക്കാതെ പോയോ? എന്താണ് അതിലെ വാസ്തവം ഇക്ബാൽ? അരുൺകുമാർ, കൊല്ലങ്കോട് സ്വദേശിയായിട്ടുള്ള വിജയകുമാറാണ് ഇപ്പോൾ തൃശ്ശൂർ ACP ആയിട്ടുള്ള സലീഷൻ ശങ്കറിനെതിരെ ഒരു ആരോപണവുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇദ്ദേഹം കൊല്ലങ്കോട് CA ആയിരുന്ന കാലത്ത് വിജയകുമാറിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതിയായി പറയുന്നത്. 2017 വിജയകുമാർ വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു വാഹനത്തിൻ്റെ ഡ്രൈവറായിരുന്നു. കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് സംസാരിക്കുന്നതിനിടയിൽ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ മഫ്തിയിലെത്തി വിജയകുമാറിനോട് ഫോൺ ആവശ്യപ്പെടുന്നു. പക്ഷേ എന്തിന് ഫോൺ നൽകണമെന്ന് ചോദിച്ച് വിജയകുമാറും ഈ മഫ്തിയിലുണ്ടായിരുന്ന പോലീസുകാരനുമായി ചെറിയ രീതിയിൽ വാക്കേറ്റമുണ്ടാകുന്നു. ഇതിനിടയിലാണ് ഈ സലീഷൻ ശങ്കരൻ, അന്ന് CA ആയിരുന്ന കാലത്ത് അദ്ദേഹം ആ മേഖലയിലേക്ക് എത്തുകയും വിജയകുമാറിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. പക്ഷേ ഇതിന് പിന്നാലെ തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് വിജയകുമാർ പറയുന്നത്. മാത്രമല്ല, ഈ മഫ്തിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് ഈ ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്ന് കാണിച്ചുകൊണ്ട് വിജയകുമാറിനെതിരെ പരാതിയെടുത്ത് കേസെടുത്ത് ഇയാളെ പിന്നീട് റിമാൻഡ് ചെയ്യുകയും 2018 മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ വിജയകുമാറിന്റെ കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തി വിജയകുമാറിന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും പോലീസിനാണ് വീഴ്ച പറ്റിയെന്നും കണ്ടെത്തിയെന്നും പിന്നീട് ഈ ഉത്തരവിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചിറ്റൂർ കോടതി വിജയകുമാറിനെ വെറുതെ വിട്ടു എന്നുമാണ് വിജയകുമാർ ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മർദ്ദിച്ചു, ഭീഷണിപ്പെടുത്തിയെന്നെല്ലാം ഇപ്പോൾ വിജയകുമാർ പറയുന്നുണ്ട്. കൊല്ലങ്കോട് പോലീസിലെ ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പോലീസുകാരനെ മർദ്ദിച്ച കേസിനെതിരെ ഒരു കൗണ്ടർ കേസായാണ് വിജയകുമാർ ഇത്തരത്തിലൊരു ആരോപണവും ഒരു പരാതിയും അന്ന് മനുഷ്യാവകാശ കമ്മീഷന് നൽകി എന്നുള്ളതാണ്. അല്ലാതെ മർദ്ദനം നടന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത്. പക്ഷേ വിജയകുമാർ ഉറപ്പിച്ചു പറയുന്നു തന്നെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു, ഒരു തെറ്റും ചെയ്യാത്ത തന്നെ അകാരണമായി മർദ്ദിച്ച് കള്ളക്കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയതാണ് എന്നുള്ളത്. നടപടി ഉണ്ടാവണം. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെട്ട കേസാണല്ലോ.